ഹായ് ഗൈസ്, നമുക്കിന്നൊരു 3 ഐഡിയാസ് നോക്കാം ജേർണലിങ്ങിൻ്റെ. ഈ ഇൻഡിപെൻഡൻസ് ഡേക്ക് ചെയ്ത ജേർണലിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരു ഷോർട്സും കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ സ്കൂൾ ഓൺ എക്സാം ആയിരുന്നു. അപ്പോൾ അതാ സ്കൂളിൽ ഓണപ്പൂട്ടൊക്കെ പൂട്ടി. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങോട്ട് തുരിതരാച്ചിട്ട് വീഡിയോ ഇടാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ടതിന് ശേഷം ഫസ്റ്റ് ചെയ്യുന്ന ജേർണലിങ് നമ്മൾ ഇൻവിറ്റേഷൻ കാർഡ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അതായത് കല്യാണക്കത്ത് വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ജേർണലിംഗ് ആണ്. സത്യം പറഞ്ഞാൽ ഞാനിത് ഇൻഡിപെൻഡൻസ് ഡേ അന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. കാരണം എനിക്ക് ഇടാനുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്കും എക്സാം ആണ്, എനിക്കും എക്സാം ആണ്. പിന്നെ കാണാനും പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനും നേരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ അങ്ങോട്ട് ഇടാൻ വിചാരിച്ച് അങ്ങനെ വിട്ടതാണ് ഈ വീഡിയോ. പിന്നെ നിങ്ങൾക്ക് ഇനി നമ്മൾ പണ്ട് ചെയ്ത പോലെ ജേർണലിംഗ് സീരീസ് തുടങ്ങണോ, അതായത് കളറിംഗ് തീമിൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. ഫസ്റ്റ് ജേർണിക്ക് ഞാൻ നല്ല പ്രതീക്ഷയോട് തന്നെ ചെയ്തതാണ്. പക്ഷെ അതിൻ്റെ പ്രതീക്ഷ ലാസ്റ്റ് സ്റ്റെപ്പിങ് പോയി. കാരണം ഞാൻ ഉദ്ദേശിച്ച പോലെ കിട്ടിയിട്ടില്ലേനു. ഇനി ഇത് അതുപോലെ ലൈൻ വരുന്ന ഒരു പേപ്പർ എടുത്ത് ചുളിക്കുക, അതിന് നടക്കുക. എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ജേർണിങ് സെറ്റത്തെ സാധനം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ജേർണിംഗ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു സുഖമാണ്. അതായത് നമ്മളൊരു ബോറടിച്ചിരിക്കുക, അങ്ങനെ വേറെ മൂഡിലാണെങ്കിൽ ഇത് ചെയ്താൽ നല്ലൊരു രസമായിരിക്കും. ശരിക്കും ജേർണിംഗ് പറഞ്ഞാൽ ഇങ്ങനെ കുറേ പിക്ചേഴ്സ് ഒട്ടിക്കുക അങ്ങനെയൊന്നുമല്ല. അപ്പോൾ നമുക്ക് എന്ത് തോട്ട്സാണ് വരിക അത് എഴുതിക്കാനുള്ളൊരു ഡയറി, അതാണ് ശരിക്കും ജേർണിംഗ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഞാനത് കുറച്ചുകൂടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവും ചെയ്യാൻ. ഫസ്റ്റൊക്കെ ജേർണിംഗ് എന്താണെന്നും എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഫുൾ ഹാൻഡ് മെയ്ഡ് ആയിരുന്നു. ഇപ്പോഴും പകുതിയോളം ഹാൻഡ് മെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ജേർണൽ സെറ്റത്താണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റൊക്കെ ജേർണിംഗ് ചെയ്യുമ്പോൾ നല്ല മടിയായിരിക്കും. പിന്നെ അത് ശീലമാകുമ്പോൾ ഒരു രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മൾ ചെയ്തതൊക്കെ നമ്മൾ തന്നെ മറിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തതാണോ അങ്ങനെ ഒരു ഫീലും വരും. അപ്പോൾ നല്ല നല്ല മെമ്മറീസ് ആയിട്ട് പോകും. പിന്നെ ഈ ജേർണൽ സെറ്റിൻ്റെ ലിങ്ക് ഞാനിതാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ട, അതുവരെ കമൻറ്റ് ബോക്സിൽ പിന്നീടായിട്ടും കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് 100 എത്രോൻ്റെ സെയിലിൽ നടക്കുന്നുണ്ടെന്ന് ഫ്ലിപ്കാർട്ടിൽ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി നോക്കുക. ഇത് ഞാൻ എത്രയാണ് വാങ്ങിയെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിയതാണ്. 105 അങ്ങനെ എത്ര ഉണ്ടായിരുന്നു, അന്ന് ഓഫറായിരുന്നു. പിന്നെ റേറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 85 ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഓഫറായിരുന്നു. ഇതിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ അടിപൊളി ജേർണൽ സെറ്റ് തന്നെയാണ്. പ്രതീക്ഷിച്ച എല്ലാ സംഭവങ്ങളും നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ്. അപ്പോൾ വേണ്ടവരുണ്ട് എന്തായാലും വാങ്ങി നോക്കാം. ഇനി നമുക്കിതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കോട്ട് എഴുതി കൊടുക്കുന്നത്. ഈ എഴുതിയതും കൊളായി, എല്ലാം കൊളായി ജേർണൽ. സത്യം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഡോട്ട് സ്റ്റിക്കേഴ്സൊക്കെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഫ്ലിപ്കാർട്ടിൽ ലിങ്ക് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കിട്ടുകയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പിന്നായിട്ടോ ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം. ഞാനത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അതേ കളറൊന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്യില്ലേ? അതെന്ന് സംബന്ധിച്ചാൽ ഞാൻ റിംഗ് ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് വന്നിട്ടില്ല എന്ന്. സോ അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡ്രോയിങ് ജേർണിംഗ് ആണ്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ ജേർണിംഗ് ആണ്. ജസ്റ്റ് കളേഴ്സും പിന്നെ ഒരു ബ്ലാക്ക് കളറും അത് മതി, അത് തന്നെ മതി. പിന്നെ ഒരു ബുക്ക്, ജേർണിംഗ് ബുക്ക്, അത് തന്നെ ധാരാളമാണ്. സ്കെച്ച് വെച്ചിട്ടും യൂസ് ചെയ്ത് കളർ ചെയ്യുക. ബ്രഷ് പെൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ ബ്രഷ് പെന്നിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ക്യാമലിൻ്റെ ബ്രഷ് പെന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡോംസിൻ്റെ ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. പറ്റുന്നവർക്കൊന്ന് ഒന്ന് ഫ്ലിപ്കാർട്ടിൽ കയറിയൊക്കെ നല്ല നല്ല സെയിലാണ് ഇപ്പോൾ നടക്കുന്നത്. പോണ സെയിലൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ എല്ലാവരും നോക്കി നോക്കാം. ഇതുപോലെ ജസ്റ്റ് ഒരു സണ്ണും ഒരു മൗണ്ടെയിനും വരച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്ത് തോട്ടാണോ അന്ന് നേരത്തെ മനസ്സിൽ തോന്നുന്നത് അതിലേക്ക് റിലേറ്റ് ചെയ്യുന്നത് അത് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം. ഞാനെന്തുവാണ് എഴുതിയില്ല, എനിക്കൊന്നുമില്ല. ഇതുപോലെ ഔട്ട്ലൈനൊക്കെ കൊടുത്തു നോക്കുക. ഈ ഔട്ട്ലൈൻ കൊടുക്കുമ്പോഴാണ് ഈ ഒരു പിക്ചറിൻ്റെ വോൾ ബ്യൂട്ടി തന്നെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഔട്ട്ലൈൻ കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ ഔട്ട്ലൈനൊക്കെ ചെയ്ത് തന്നപ്പോൾ നല്ല രസമല്ലേ കാണാൻ? അതായത് ഒരു കളർഫുൾ പേജ്. ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് സൺലൈറ്റ് എനർജിയാണ്. സംഭവം നല്ലൊരു കോട്ടാണ്. അപ്പോൾ അതാ ഇങ്ങനെയൊക്കെ ചെയ്യാം. അടുത്തത് ഒരു സിമ്പിളാണ്, ബട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വീക്ക് ഞാൻ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ തെർമൽ പ്രിൻ്ററിൽ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടാണ് ഇന്നത്തെ ജേർണലിങ്. ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഓൾഡ് ജേർണൽ ബുക്കിൽ കുറേ ജേർണലിങ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഈ ബുക്കിൽ ഇത് വെച്ചിട്ട് ചെയ്യുന്നത്. ഇതെന്താ വെച്ചാൽ ഈ ഒരു വീക്ക് എങ്ങനെയായിരുന്നു, കാരണം ഈ 7 ഡേയ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡോക്യുമെൻറ്റ് ചെയ്ത് വെച്ചതാണ് ഈ ഫോട്ടോയിലൂടെ. പിന്നെ ഞാനത് എൻ്റെ ജേർണൽ സെറ്റിൻ്റെ കൂടെ കിട്ടി ഈ ഒരു സാധനം. ഇതുപോലെ ഒരു എൻവലപ്പ് പോലെ ആക്കണം. എൻവലപ്പല്ല, ഒരു പോക്കറ്റ് പോലെ. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ ഞാൻ ഈ പ്രിൻറ്റ് ചെയ്ത് വെച്ചതൊക്കെ ജസ്റ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിന് മേലെ എന്തോ വീക്ക് എന്നാണ് ഞാൻ എഴുതിയെന്ന്. ജസ്റ്റ് അതൊരു മെമ്മറിയായി. പിന്നെ ഇത് മറിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു ആ ഒരു ദിവസം. അങ്ങനെ ഇത് ചെയ്തതൊന്നും കണ്ടില്ല. ആ ഒരു ഗോൾഡ് സ്റ്റിക്കർ ദിവസം അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാം. ഞാൻ ചെയ്ത എല്ലാ ജേർണലിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് നിങ്ങൾക്ക് എല്ലാ പേജസും കിട്ടുന്നത്.
അപ്പോൾ എന്നാൽ ശരി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമായിരിക്കും. ബൈ ബൈ.